കഥയുടെ തുടക്കത്തിൽ കുറച്ച് കുട്ടികൾ താമസിക്കുന്ന ഫെസിലിറ്റി കാണിക്കുന്നു. ഈ കുട്ടികളെ നോക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷെ അവർ മനുഷ്യരല്ല. മനുഷ്യരുടെ രൂപമണിഞ്ഞ ഇവരെ സ്കിൻ പീപ്പിൾ എന്ന് വിളിക്കാം. അപ്പോഴവിടെ ഒരു അലാറം അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. ആ ശബ്ദം കേട്ട് കുട്ടികൾ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോകുന്നു. ഈ സ്ഥലമുള്ളത് നമ്മുടെ ഭൂമിയിലല്ല എന്ന് അവർ ഫുൾ വ്യൂ കാണിക്കുമ്പോൾ മനസ്സിലാവും. അതിനുള്ളിൽ ഈ സ്കിൻ പീപ്പിളൊക്കെ കുട്ടികളെ ഉപയോഗിച്ച് ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നത് കാണിക്കുന്നു. വോൾട്ടർ എന്ന ഈ വ്യക്തിയാണ് ഇതിനൊക്കെ പിന്നിൽ. ആ ബിൽഡിങ്ങിൽ നിന്നും ഒരു ലൈറ്റ് പോകുന്നത് കാണിക്കുന്നു. അത് നേരെ പോയി ഒരു ടവറിലാണ് ഇടിക്കുന്നത്. ടവർ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മുടെ ഭൂമി അന്ധകാരത്തിലാവുകയും ആ ഇരുട്ടിൽ നിന്ന് മോൺസ്റ്റേഴ്സ് വരുന്നതും കാണിക്കുന്നു. ഇതെല്ലാം സ്വപ്നം കണ്ട് ഈ പയ്യൻ ഉറക്കത്തിൽ നിന്നും എണീക്കുന്നു. ഉറങ്ങി എണീക്കുമ്പോൾ അവൻ കാണുന്നത് അവന്റെ നാട്ടിൽ ഭൂകമ്പം ഉണ്ടാവുന്നതാണ്. ഈ പയ്യന്റെ പേര് ജെയ്ക്ക് എന്നാണ്. ജെയ്ക്കിന്റെ അമ്മ ലോറി അവൻ ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടി വരുന്നു. താൻ ഓക്കെ ആണെന്ന് ജെയ്ക്ക് പറയുന്നു. ഇന്ന് വല്ല ചീത്ത സ്വപ്നം കണ്ടോ എന്ന് ലോറി ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് ജെയ്ക്ക് മറുപടി നൽകുന്നത്. അവന് സ്വന്തമെന്ന് പറയാൻ അമ്മയാണുള്ളത്. ഫയർ ഫൈറ്ററായിരുന്ന തൻ്റെ അച്ഛൻ തീപിടുത്തത്തിൽ മരണപ്പെട്ടു. അവനന്ന് സ്വപ്നത്തിൽ കണ്ടത് വരച്ചു വെക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഈ ഭൂകമ്പം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നാണ് ന്യൂസിൽ പറയുന്നത്. ജെയ്ക്ക് താൻ കണ്ടിരുന്ന പല സ്വപ്നങ്ങളിലെയും രൂപങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത സീനിൽ ജെയ്ക്ക് സ്കൂളിൽ വെച്ച് ചിത്രം വരയ്ക്കുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബുക്ക് ഒരു പയ്യൻ വന്ന് തട്ടിപ്പറിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ആവുന്നുണ്ട്. അടുത്ത സീനിൽ ജെയ്ക്ക് കൗൺസിലിങ്ങിന് ഇരിക്കുന്നത് കാണിക്കുന്നു. കൗൺസിലർ ജെയ്ക്ക് വരച്ച ചിത്രങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. അവൻ താൻ സ്വപ്നത്തിൽ കാണുന്ന ടവറിനെയും സ്കിൻ പീപ്പിൾസിനെയും വോൾട്ടറിനെയും കുറിച്ചെല്ലാം പറയുന്നു. സ്വപ്നത്തിൽ കാണുന്ന ടവറിന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഭൂകമ്പവുമായി ബന്ധമുണ്ട് എന്നാണ് ജെയ്ക്ക് പറയുന്നത്. അല്ല, അപ്പോൾ ഈ ടവർ നശിച്ചാൽ എന്ത് സംഭവിക്കും? മുഴുവനും അന്ധകാരവും തീയുമായിരിക്കും. നീ നിന്റെ അച്ഛൻ മരണപ്പെട്ട രാത്രിയെക്കുറിച്ച് ഓർക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സ്വപ്നം കാണുന്നത്. ഇതൊന്നും സത്യമല്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഭൂകമ്പം ഉണ്ടാവുന്നുണ്ട്. ആ സീൻ കട്ട് ചെയ്ത് ജെയ്ക്ക് വെളിയിൽ നിൽക്കുന്നത് കാണിക്കുന്നു. അവന് സ്കിൻ പീപ്പിൾ മുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ അവിടെയുള്ളൊരു വ്യക്തി ജെയ്ക്കിനെ വിളിക്കുന്നു. അവർ നിന്നെ പോലെയുള്ള സ്പെഷ്യലായ കിഡ്സിനെ തട്ടിക്കൊണ്ടുപോകും. അവർക്ക് നിന്റെ മൈൻഡിലുള്ള പവറിനെയാണ് ആവശ്യം. അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്ന് അയാൾ പറഞ്ഞു പോകുന്നു. ഇത് കേട്ട് ഭയക്കുന്ന ജെയ്ക്ക് ഒരു ബസ്സിൽ കയറി പോവുകയാണ്. വീട്ടിലെത്തുന്ന ജെയ്ക്കിനെ കാത്തിരിക്കുന്ന ലോറിയും ജെയ്ക്കിന്റെ സ്റ്റെപ്പ് ഫാദറായ ലോണും സ്കൂളിൽ പ്രശ്നമുണ്ടാക്കിയതിനെ കുറിച്ച് ചോദിക്കുന്നു. സ്കൂളിൽ ഒരു ക്ലിനിക്ക് വന്ന് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. മാനസിക സമ്മർദ്ദം നേരിടുന്ന കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ക്യാമ്പ് അവർ നടത്തുന്നുണ്ട്. അതിൽ ജെയ്ക്ക് പോകണമെന്ന് അമ്മ പറയുന്നു. ഇത് കേട്ട് ഒരു മറുപടി നൽകാതെ ജെയ്ക്ക് പോയി വാതിലടയ്ക്കുകയാണ്. അടുത്ത സീനിൽ ജെയ്ക്ക് തന്റെ അച്ഛൻ മരണപ്പെട്ട വാർത്ത വായിച്ചു നോക്കുകയാണ്. അപ്പോൾ അവന്റെ അമ്മ മുറിയുടെ വെളിയിൽ അവനെക്കുറിച്ച് പറഞ്ഞ് സങ്കടപ്പെടുന്നത് ജെയ്ക്ക് കേൾക്കുന്നു. അവൻ ഇതുവരെ വരച്ച ചിത്രങ്ങളെല്ലാം അവിടെ നിന്ന് മാറ്റുന്നു. ദുസ്വപ്നം കാണാതെ ഉറങ്ങണമെന്ന് അവൻ കരുതുന്നുണ്ടെങ്കിലും അവൻ സ്വപ്നം കാണുന്നു. മറ്റൊരു ലോകത്ത് കുറെ പേർ മരണപ്പെട്ട് കിടക്കുന്നു. വോൾട്ടർ എന്ന ഈ വ്യക്തിയാണ് എല്ലാരെയും കൊന്നിരിക്കുന്നത്. ആ സീൻ കട്ട് ചെയ്ത് വേറെ രണ്ടുപേരെ കാണിക്കുന്നു. ഇയാളുടെ പേരാണ് റോളൻഡ്. ഇദ്ദേഹം റോളൻഡിന്റെ അച്ഛനാണ്. ഇവരെ ഗൺസ്ലിങ്ങേഴ്സ് എന്നാണ് വിളിക്കുക. നമ്മൾ യുദ്ധത്തിൽ തോറ്റുപോയി എന്ന് റോളൻഡ് പറയുന്നു. നീയുള്ളത് വരെ ടവറും നിലനിൽക്കുമെന്ന് അച്ഛനും പറയുന്നു. അപ്പോഴാണ് അവിടേക്ക് വോൾട്ടർ വരുന്ന ശബ്ദം കേൾക്കുന്നത്. ദൂരെ നിന്നും വരുന്ന വോൾട്ടർ തന്റെ മാജിക് പവർ ഉപയോഗിച്ച് റോളൻഡിന്റെ അച്ഛനെ കൊന്നുകളയുകയാണ്. വോൾട്ടർ ചെയ്യുന്ന ഈ മാജിക് ഒന്നും എന്തുകൊണ്ടോ റോളൻഡിനെ ഏൽക്കുന്നില്ല. റോളൻഡ് തന്റെ ഗൺ ഉപയോഗിച്ച് വോൾട്ടറെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഏൽക്കുന്നില്ല. വോൾട്ടർ തന്റെ കൈ ഉപയോഗിച്ച് ആ ബുള്ളറ്റിനെ പിടിക്കുകയാണ്. ടവർ തീർച്ചയായും വീണിരിക്കുമെന്ന് വോൾട്ടർ പറയുന്നു. ഇതുകൂടാതെ ഒരു പഴയ ബിൽഡിങ്ങിനെയും കാണിക്കുന്നു. ഇതെല്ലാം സ്വപ്നം കണ്ടാണ് ജെയ്ക്ക് ഉണരുന്നത്. ജെയ്ക്ക് അവന്റെ ഫ്രണ്ടിനോട് താൻ വരച്ച ഗൺസ്ലിംഗറിന്റെയും ആ വീടിന്റെയും ചിത്രം കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ഫ്രണ്ട് അത് കാര്യമാക്കി എടുക്കുന്നില്ല. അവസാനം ജെയ്ക്ക് ഒരു വെബ്സൈറ്റിൽ ആ ചിത്രം പോസ്റ്റ് ചെയ്ത് അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയുമോ എന്ന് അന്വേഷിക്കുന്നു. അപ്പോഴേക്കും ലോൺ വന്ന് ക്ലിനിക്കിൽ നിന്ന് ആൾക്കാരെത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. ജെയ്ക്ക് അവരെ വന്ന് കണ്ട് പരിചയപ്പെടുന്നുണ്ട്. പക്ഷേ അവൻ അവരിലുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നു. അവർ താൻ കണ്ട സ്വപ്നത്തിലെ സ്കിൻ പീപ്പിൾ ആണെന്ന് മനസ്സിലാക്കുന്നു. ജെയ്ക്ക് ഡ്രസ്സ് പാക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് റൂമിൽ പോയി ഡോർ അടയ്ക്കുന്നു. അവർ തൻ്റെ സ്വപ്നത്തിൽ വരാറുള്ള സ്കിൻ പീപ്പിൾ ആണ്, മനുഷ്യരല്ല എന്ന് പറഞ്ഞ് അമ്മയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കഴിയുന്നില്ല. ഈ ക്യാമ്പ് വെറും 2 ദിവസമേ ഉള്ളൂ. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ വന്ന് വിളിക്കാമെന്ന് അമ്മ പറയുന്നു. ആ സമയമാണ് ഓൺലൈനിൽ ഒരാൾ അവൻ അന്വേഷിച്ചിരുന്ന വീടിന്റെ അഡ്രസ് മെസ്സേജായി അയച്ചിരിക്കുന്നത് ജെയ്ക്ക് കാണുന്നത്. അവൻ താൻ വരച്ച ചിത്രങ്ങളെല്ലാം എടുത്തു വെക്കുന്നു. ബാത്റൂമിൽ നിന്നും ടൂത്ത് ബ്രഷ് എടുക്കണമെന്ന് പറഞ്ഞ് അതിനുള്ളിൽ കയറി കതകടയ്ക്കുന്നു. ജെയ്ക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. അവനെ പിടിക്കാനെത്തിയ സ്കിൻ പീപ്പിൾ അവനെ പിന്തുടരുന്നു. അവനെ സേഫായി എത്തിക്കാമെന്ന് ഫാമിലിയോട് പറയുന്നുണ്ട്.
ജെയ്ക്ക് അവരിൽ നിന്നും ജീവനും കൊണ്ട് ഓടുകയാണ്. അവനെ പിന്തുടരുന്ന ആ ക്രീച്ചറിന്റെ ഫേക്ക് സ്കിൻ ഒക്കെ കീറുന്നത് കാണുന്നുണ്ട്. അവർ അവനെ 2 വശത്തു നിന്നും പിടിക്കാൻ വരുന്നു. ഒടുക്കം എങ്ങനെയൊക്കെയോ അവരുടെ കാഴ്ചയിൽ നിന്നും അവൻ ഒളിഞ്ഞു മാറുന്നുണ്ട്. ഇനി അവിടെ നിന്നാൽ സേഫ് അല്ല എന്ന് മനസ്സിലാക്കുന്ന അവൻ ആ വീടുള്ള സ്ഥലം അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അവസാനം ആ പഴയ വീട് കണ്ടെത്തുന്നു. ജെയ്ക്ക് അതിനകത്തേക്ക് കയറി ചെല്ലുന്നു. അവിടെ അവൻ ഒറ്റയ്ക്കല്ല. ആ വീട് തന്നെ അനങ്ങുന്നത് കാണാൻ സാധിക്കും. ആ കെട്ടിടത്തിനുള്ളിൽ ഒരു ഹൈടെക് മെഷീൻ കാണിക്കുന്നു. ആ മെഷീൻ അവനോട് ഡെസ്റ്റിനേഷൻ ചോദിക്കുമ്പോൾ അവൻ സ്വപ്നത്തിൽ കണ്ട 1919 എന്ന നമ്പർ അടിച്ചു കൊടുക്കുന്നു. മിഡ് വേൾഡ് എന്ന ഡെസ്റ്റിനേഷനാണ് കാണിക്കുന്നത്. അവിടേക്ക് പോവാനുള്ള ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്നു. ഇതൊരു 1 വേ ഡെസ്റ്റിനേഷൻ ആയിരിക്കുമെന്ന മെഷീൻ പറയുന്നു. അവൻ ആ പോർട്ടലിലൂടെ കടക്കാൻ ശ്രമിക്കുമ്പോൾ ആ വീട് തന്നെ ഒരു പൊസസ്ഡ് ഡീമണായി മാറി അവൻ ആ ലോകത്തേക്ക് പോകുന്നതിനെ തടുക്കാൻ ശ്രമിക്കുന്നു. ആ പൈശാചിക ശക്തി അവനെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ ജെയ്ക്ക് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ആ അമാനുഷിക ശക്തി ഇല്ലാതാകുന്നു. അവൻ ആ തക്ക സമയം മുതലെടുത്ത് ആ പോർട്ടലിലൂടെ മിഡ് വേൾഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത്രകാലം സ്വപ്നത്തിൽ മാത്രം കണ്ടിരുന്ന ആ സ്ഥലം അവൻ നേരിട്ട് കാണുകയാണ്. ആ സ്ഥലം കട്ടാക്കി ഈ സ്കിൻ പീപ്പിൾ എക്സ്പെരിമെൻറ്റ് നടത്തുന്ന സ്ഥലം കാണിക്കുന്നു. അവർ സ്പെഷ്യലായി സൈക്കിക് പവേഴ്സ് ഉള്ള കുട്ടികളെ ട്രാക്ക് ചെയ്യുകയാണ്. ഭൂമിയിൽ നിന്ന് ആരോ ഒരു പോർട്ടൽ അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്തിട്ടുണ്ട് എന്ന വിവരം വോൾട്ടർ അറിയുന്നു. ആ പോർട്ടലിൻ്റെ അടുത്തുള്ള മറ്റൊരു പോർട്ടലിലേക്ക് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി വോൾട്ടർ ചെല്ലുകയാണ്. ഇവിടെ മിഡ് വേൾഡിലേക്ക് എത്തിച്ചേർന്ന ജെയ്ക്ക് ദൂരത്ത് നിന്നൊരു വെളിച്ചം കാണുന്നുണ്ട്. ആ വെളിച്ചത്തെ പിന്തുടർന്നു പോവുകയാണ് അവൻ. അവിടെ എത്തിച്ചേരുന്ന ജെയ്ക്കിന് ആരോ അവിടെ താമസിച്ചതിൻ്റെ തെളിവുകൾ കിട്ടുന്നു. അവിടെയുണ്ടായിരുന്ന ബോട്ടിലിലെ വെള്ളം എടുത്ത് കുടിക്കുകയാണ് ജെയ്ക്ക്. ആ സമയം ആരോ അവനു നേരെ തോക്ക് ചൂണ്ടുന്നു. അത് മറ്റാരുമല്ല, റോളൻഡാണ്. റോളൻ ജെയ്ക്കിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ജെയ്ക്ക് തന്നെ പരിചയപ്പെടുത്തിയിട്ട് താൻ റോളൻഡിനെ കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് താൻ വരച്ച ചിത്രം കാട്ടിക്കൊടുക്കുന്നു. നിങ്ങൾ ഗൺസ്ലിംഗർ അല്ലേ എന്ന് ജെയ്ക്ക് ചോദിക്കുമ്പോൾ ഇന്ന് ഗൺസ്ലിംഗറായി ആരും തന്നെ ഇല്ല എന്നാണ് റോളൻ മറുപടി നൽകുന്നത്. നിങ്ങളെയും പിന്നെ കറുത്ത വേഷമണിഞ്ഞ ഒരു വ്യക്തിയെയും കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജെയ്ക്കിനെ വോൾട്ടർ അയച്ചതാണ് എന്ന് റോളൻ സംശയിക്കുന്നു. ജെയ്ക്ക് അതല്ല സത്യാവസ്ഥ എന്ന് പറഞ്ഞ് താൻ സ്വപ്നങ്ങളിൽ നിന്നും വരച്ചെടുത്ത ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ആ ദൂരെ ഒരു ഗ്രാമമുണ്ട്, അവിടേക്ക് പോയാൽ അവർ നിനക്കുണ്ടാവുന്ന ഈ വിഷൻസ് ഒക്കെ വായിച്ചെടുക്കുമെന്ന് റോളൻ പറയുന്നു. അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് യാത്ര പുറപ്പെടുന്നു. ഇവിടെ ജെയ്ക്കിൻ്റെ ലോകത്തേക്ക് എത്തിച്ചേരുന്ന വോൾട്ടർ ആ പോർട്ടലിലുള്ള പഴയ വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ജെയ്ക്കിൻ്റെ ചോരക്കറ കിട്ടുന്നുണ്ട്. ആ സീൻ കട്ടാക്കിയാൽ പിന്നെ കാണിക്കുന്നത് ഈ സ്കിൻ പീപ്പിളൊക്കെ ജീവിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. അവിടേക്ക് വോൾട്ടർ എത്തിച്ചേരുന്നു. അവർക്ക് ഈ രക്തക്കറ കാണിച്ചു കൊടുത്തിട്ട് ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നു. ഇതൊരു പയ്യനാണ്, സൈക്കിക് പവേഴ്സ് ഉള്ളൊരു പയ്യനാണ് എന്ന് മനസ്സിലാക്കുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന അമാനുഷിക ശക്തിയെ നശിപ്പിച്ച് ആ പോർട്ടലിലൂടെ കടക്കണമെങ്കിൽ അത്രയും സൈക്കിക് പവേഴ്സ് ഉള്ളൊരു പയ്യനായിരിക്കണം. അതൊരു ജാക്ക്പോട്ട് തന്നെയാണ് എന്ന് വോൾട്ടർ പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ പിടിക്കാൻ 2 സ്കിൻ പീപ്പിൾ ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല എന്ന വിവരം വോൾട്ടറിനോട് അറിയിക്കുന്നു. ആ സീൻ കട്ടാക്കി ഇവിടത്തെ ജെയ്ക്കിനെയും റോളൻഡിനെയും കാണിക്കുന്നു. അവർ സഞ്ചരിക്കുന്ന കാട്ടിൽ വെച്ച് കുറച്ച് ആൾക്കാരെ കാണുന്നു. അവറ്റകൾ ടഹീനാണ് അഥവാ സ്കിൻ പീപ്പിൾ ആണ് എന്ന് റോളൻ പറയുന്നു. ഇവർ രണ്ടുപേരും ആ വോൾട്ടറിൻ്റെ ആൾക്കാരിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. അന്ന് രാത്രി അവർ ആ കാട്ടിൽ തന്നെ വിശ്രമിക്കുകയാണ്. ജെയ്ക്ക് തൻ്റെ സ്വപ്നത്തിൽ ഇവർ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അന്നത്തെ യുദ്ധത്തിൽ ഞങ്ങൾ തോറ്റു. അന്ന് എനിക്ക് എൻ്റെ അച്ഛനെയും നഷ്ടപ്പെട്ടു. ആ ടവറിന് വേണ്ടിയായിരുന്നു യുദ്ധം നടത്തിയേ? അതെ, ആ ടവറിനെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ആ സീൻ കട്ടാക്കി വോൾട്ടർ ആ മറ്റു 2 സ്കിൻ പീപ്പിളിനെ പോയി കാണുന്നത് കാണിക്കുന്നു. അവരിൽ നിന്നും ജെയ്ക്കിനെ കുറിച്ച് അന്വേഷിച്ച് അവൻ്റെ വിവരങ്ങൾ വാങ്ങുന്നു. ആ സീൻ കട്ടാക്കി ജെയ്ക്ക് ഇവിടെ മണ്ണിലൊരു ചിത്രം വരയ്ക്കുന്നത് കാണിക്കുന്നു. അതെന്താണെന്ന് റോളനിനോട് ചോദിക്കുന്നു. ഇതൊരു മാപ്പാണ്. ഈ വട്ടത്തിനുള്ളിലാണ് നിന്റെ ലോകവും എൻ്റെ ലോകവും, പിന്നെ വേറെ പല ലോകങ്ങളും. നമ്മുടെ യൂണിവേഴ്സിന് നടുവിൽ ഈ ടവറാണ് നിൽക്കുന്നത്. ഈ ടവറിൻ്റെ എനർജിയാണ് നമ്മുടെ യൂണിവേഴ്സിനെ വെളിയിൽ നിന്നും സംരക്ഷിക്കുന്നത്. വെളിയിൽ നിന്നോ? അപ്പോൾ യൂണിവേഴ്സിൻ്റെ വെളിയിൽ എന്താണ്? നമ്മളെ നശിപ്പിക്കുന്ന അന്ധകാരവും രാക്ഷസന്മാരും. വോൾട്ടർ നമ്മളെ സംരക്ഷിക്കുന്ന ടവറിനെ നശിപ്പിച്ച് ആ രാക്ഷസന്മാരെയെല്ലാം ഈ യൂണിവേഴ്സിനുള്ളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതാണ് ഞാൻ തടയാൻ ശ്രമിക്കുന്നത്. വോൾട്ടറിനെ കൊല്ലുകയാണ് എൻ്റെ ലക്ഷ്യം. ആ സീൻ കട്ടാക്കി ഇവിടെ ഒരുപാട് കുട്ടികളുടെ സൈക്കിക് പവേഴ്സ് ഉപയോഗിച്ച് ടവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണിക്കുന്നു. ഇത് കാട്ടിലുള്ള ജെയ്ക്കും റോളൻഡും കാണുന്നുണ്ട്. റോളൻ ജെയ്ക്കിനോട് ഉറങ്ങാൻ പറയുന്നു. അങ്ങനെ ഉറങ്ങിപ്പോകുന്ന ജെയ്ക്ക് ആരോ തന്നെ വിളിക്കുന്നത് കേട്ട് ഉണരുകയാണ്. റോളൻഡ് അപ്പോഴും ഉറക്കത്തിലാണ്. ജെയ്ക്ക് ആ ശബ്ദത്തെ പിന്തുടരുന്നു. ഇവിടെ റോളൻഡ് വോൾട്ടറിനെ സ്വപ്നം കണ്ട് ഉണരുന്നു. അപ്പോഴാണ് ജെയ്ക്ക് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ ശബ്ദത്തെ ഫോളോ ചെയ്തെത്തിയ ജെയ്ക്ക് കാണുന്നത് തൻ്റെ മരണപ്പെട്ട അച്ഛനെയാണ്. ജെയ്ക്കിൻ്റെ അച്ഛൻ അവനെ അടുത്തേക്ക് വിളിക്കുന്നു.
അവനെ തിരഞ്ഞെത്തിയ റോളണ്ട് ജെയ്ക്ക് അപകടത്തിലാണെന്ന് തിരിച്ചറിയുന്നു. ആ രൂപം ജെയ്ക്കിന്റെ അച്ഛനായിരുന്നില്ല, വേഷം കെട്ടി വന്ന ഒരു മോൺസ്റ്റർ ആണ്. അത് അവനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന നേരം റോളൻ വന്ന് അവനെ രക്ഷിക്കുന്നു. ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെയാണ് കണ്ടത്. അത് നിന്റെ വീക്ക്നെസ് മനസ്സിലാക്കി നിന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്. അത് നിനക്കറിയാവുന്ന ആരുമായിരുന്നില്ല. ഇവിടെ നിന്നാൽ അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നിന്നും പോകുമ്പോഴേക്കും മറ്റൊരു ജീവി വന്ന് റോളണ്ടിനെ ആക്രമിക്കുകയാണ്. റോളണ്ടിന്റെ പക്കലിൽ നിന്നും തോക്ക് താഴെ വീഴുന്നു. ആ തോക്കെടുക്കാൻ ജെയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ജീവി അവനെ ആക്രമിക്കാൻ തയ്യാറായപ്പോൾ അവൻ അതെടുക്കാതെ ഓടുകയാണ്. ആ ജീവിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് അവൻ ജീവനും കൊണ്ട് ഓടുന്നു. അപ്പോഴേക്കും തോക്കുമായി വന്ന് ആ ജീവിയെ വെടിവെച്ച് കൊന്ന് ജെയ്ക്കിനെ രക്ഷിക്കുകയാണ് റോളണ്ട്. അതിന്റെ ആക്രമണം മൂലം റോളണ്ടിന്റെ ശരീരത്തിൽ മുറിയായിട്ടുണ്ട്. അടുത്ത സീനിൽ ജെയ്ക്കിന്റെ ഫാമിലിയെ കാണിക്കുന്നു. അവർ വീട്ടിൽ കയറുമ്പോൾ കാണുന്നത് വോൾട്ടർ അവിടെ നിൽക്കുന്നതാണ്. വോൾട്ടർ ജെയ്ക്ക് വരച്ച ചിത്രങ്ങളിലെ ആളാണെന്ന് ലോറി തിരിച്ചറിയുന്നു. വോൾട്ടർ തന്റെ മാജിക് പവർ ഉപയോഗിച്ച് ആ നിമിഷം തന്നെ ലോണിനെ കൊന്നുകളയുകയാണ്. ലോറിയോട് ജെയ്ക്കിന്റെ മുറി കാണിച്ചു കൊടുക്കാൻ പറയുന്നു. ആ മുറിയിൽ നടന്ന എല്ലാ സംഭവങ്ങളും തന്റെ മാജിക് പവർ ഉപയോഗിച്ച് വോൾട്ടർ കാണുന്നു. തന്റെ മകനെ വിശ്വസിക്കാത്തതിൽ കുറ്റബോധം തോന്നുന്നുണ്ടാവുമല്ലേ എന്ന് വോൾട്ടർ ലോറിയോട് പറയുന്നു. പിന്നീട് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് കാണിക്കുന്നില്ല. ആ സീൻ കട്ടാക്കി ഇവിടെ റോളണ്ടിനെ കാണിക്കുന്നു. ആക്രമണത്തിൽ ഉണ്ടായ മുറിയുടെ അവസ്ഥ വളരെ മോശമായി വരികയാണ്. അവർ രണ്ടുപേരും ആ ഗ്രാമത്തിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് ആറ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അവർക്ക് ജെയ്ക്കിനുണ്ടായ വിഷൻസൊക്കെ റോളണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആറ ജെയ്ക്കിനുള്ള സൈക്കിക് പവേഴ്സിനെ കുറിച്ച് അവനോട് പറഞ്ഞു കൊടുക്കുന്നു. അവന്റെ പവേഴ്സ് എക്സ്ട്രോർഡിനറി ആണെന്നും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ കഴിവുള്ളൂ എന്നും പറയുന്നു. ജെയ്ക്ക് അവനുണ്ടായ വിഷൻസൊക്കെ ആറയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിലൂടെ വോൾട്ടർ ഉള്ള സ്ഥലം കണ്ടെത്തുന്നു. എന്നാൽ അവിടേക്കെത്താൻ 6 മാസമെങ്കിലും എടുക്കും. അവിടേക്ക് പോർട്ടൽ വഴി എത്താമല്ലോ എന്ന് റോളണ്ട് ചോദിക്കുന്നു. വോൾട്ടർ ഉള്ള അവരുടെ ടെറിട്ടറിയിൽ പോകണമെങ്കിൽ അവരുടെ ബേസുകളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് ആറ പറയുന്നു. ഇത് കേൾക്കുന്ന ജെയ്ക്കിന് ഒരു ഐഡിയ തോന്നുകയാണ്. സ്കിൻ പീപ്പിൾ എന്നെ ന്യൂയോർക്കിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെയാണെങ്കിൽ ന്യൂയോർക്കിൽ അവർക്കൊരു ബേസ് ഉണ്ടാവുമല്ലോ. സോ അതിലൂടെ വോൾട്ടറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എങ്കിൽ ഈ ഗ്രാമത്തിലുള്ള പോർട്ടൽ വഴി ജെയ്ക്കിന്റെ ലോകത്തേക്ക് പോകാമെന്ന് കരുതുന്നു. എന്നാൽ ഗ്രാമവാസികൾ പോർട്ടൽ ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ല. ഗൺസ്ലിംഗർ പറഞ്ഞതായിരുന്നെങ്കിൽ കേട്ടേനെ, പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ ഗൺസ്ലിംഗർ അല്ലല്ലോ എന്നാണ് അവരുടെ വാദം. റോളണ്ടിന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്, അദ്ദേഹം ഇപ്പോഴും ഒരു ഗൺസ്ലിംഗർ തന്നെയാണ് എന്ന് ജെയ്ക്ക് പറയുന്നു. അവർ പോർട്ടൽ തുറക്കാനായി ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും വോൾട്ടറിന്റെ ആൾക്കാർ ഗ്രാമത്തെ ആക്രമിക്കുന്നു. അവർ ആ ഗ്രാമത്തിലെ പവർ നശിപ്പിക്കുകയാണ്. അപ്പോൾ അവർക്ക് പോർട്ടലിലൂടെ കടക്കാൻ സാധിക്കില്ല. ഇതെല്ലാം തന്റെ മാജിക് പവേഴ്സ് ഉപയോഗിച്ച് വോൾട്ടർ കാണുന്നുണ്ട്. ജെയ്ക്കിനോട് പോയി ഒളിക്കാൻ പറയുകയാണ് റോളണ്ട്. അവരെല്ലാം ജെയ്ക്കിനെ അന്വേഷിച്ചാണ് എത്തിയിരിക്കുന്നത്. റോളണ്ട് ഫൈറ്റിൽ പലരെയും കൊന്നു വീഴ്ത്തുന്നുണ്ട്. പക്ഷേ റോളണ്ടിന്റെ ആരോഗ്യനില മോശപ്പെട്ടു വരികയാണ്. അവർ അവസാനം ജെയ്ക്കിനെ പിടിക്കുന്നു. എന്നാൽ നമ്മുടെ റോളണ്ടിന് നല്ല കേൾവിശക്തിയുണ്ട്. അവൻ ആ ശബ്ദത്തിന്റെ ദിശ മനസ്സിലാക്കി ജെയ്ക്കിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചയാളെ കൊല്ലുന്നു. അവിടെ നിന്നാൽ ഇനി സേഫ് ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന അവർ പോർട്ടൽ വഴി ജെയ്ക്കിന്റെ ലോകത്തേക്ക് എത്തിച്ചേരുന്നു. ന്യൂയോർക്കിൽ എത്തിച്ചേരുന്ന അവർ ആദ്യം പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. റോളണ്ട് കുറച്ച് പെയിൻ കില്ലേഴ്സ് എടുക്കുന്നുണ്ട്. ആ സീൻ കട്ടാക്കി ഇവിടെ ആറയെ കാണിക്കുന്നു. ആറയെ കാണാൻ വേണ്ടി വോൾട്ടർ വന്നിരിക്കുകയാണ്. അവൻ തന്റെ മാജിക് പവർ ഉപയോഗിച്ച് അവളോട് നടന്ന സംഭവങ്ങൾ സംസാരിക്കാനായി പ്രേരിപ്പിക്കുന്നു. ജെയ്ക്കിന്റെ ലോകത്തേക്കാണ് അവർ പോയിരിക്കുന്നത് എന്ന് ആറയിലൂടെ വോൾട്ടർ മനസ്സിലാക്കുന്നു. ഇൻഫർമേഷൻസ് കിട്ടിയതിന് ശേഷം ആറയെ കൊന്നുകളയുകയാണ് വോൾട്ടർ. ഇവർ രണ്ടുപേരും ജെയ്ക്കിന് മുന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലേ, ആ വ്യക്തിയെ പോയി കാണുകയാണ്. നിങ്ങൾ അവരിലെ ഒരാളല്ലേ? എനിക്ക് മുന്നേ സൈക്കിക് പവേഴ്സ് ഉണ്ടായിരുന്നു, അതെനിക്ക് നഷ്ടപ്പെട്ടു എന്നയാൾ പറയുന്നു. ജെയ്ക്ക് ന്യൂയോർക്കിലുള്ള ബേസിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അയാൾ ബേസിന്റെ സ്ഥലം കാട്ടിക്കൊടുക്കുന്നു. ആ ബേസിലേക്ക് പോകുന്നതിന് മുന്നായി വീട്ടിലേക്ക് ചെല്ലണമെന്ന് ജെയ്ക്ക് പറയുന്നു. അടുത്ത ദിവസം അവർ വീട്ടിലെത്തിച്ചേരുമ്പോൾ കാണുന്നത് ലോൺ മരണപ്പെട്ട് കിടക്കുന്നതാണ്. പരിഭ്രാന്തിയിൽ ജെയ്ക്ക് അവന്റെ അമ്മയെ തിരയുമ്പോൾ കാണുന്നത് അവന്റെ അമ്മയുടെ അവശേഷിക്കുന്ന ചാരം മാത്രമാണ്. അവന്റെ വിഷൻസിലൂടെ അന്ന് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ജെയ്ക്ക് കാണുകയാണ്. വോൾട്ടറാണ് തന്റെ അമ്മയെ കൊന്നിരിക്കുന്നത് എന്നവൻ മനസ്സിലാക്കുന്നു. ജെയ്ക്ക് തന്റെ സൈക്കിക് പവേഴ്സ് യൂസ് ചെയ്താൽ വോൾട്ടറിന് അത് വെച്ച് ജെയ്ക്കിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് റോളണ്ട് പറയുന്നു. റോളണ്ട് അവനെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ തീർച്ചയായും അവനെ കൊന്നിരിക്കും, നമ്മൾക്ക് വേണ്ടി. അപ്പോൾ ടവറിന്റെ കാര്യമോ? നിങ്ങൾക്ക് വോൾട്ടറിനോടുള്ള ഈ പ്രതികാരമാണ് എൻ്റെ അമ്മ മരണപ്പെടാൻ കാരണം. അവർ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ ഗൺസ്ലിംഗർ അല്ല. ഇങ്ങനെ റോളണ്ടിനെ കുറ്റം പറയുകയാണ് ജെയ്ക്ക്. അവനെ ആശ്വസിപ്പിക്കാനായി റോളണ്ട് ഗൺസ്ലിംഗേഴ്സിനെ കുറിച്ച് പറയുന്നു. ഞങ്ങൾ ഗൺസ്ലിംഗേഴ്സ് പറയുന്നൊരു ചൊല്ലുണ്ട്, അത് മനസ്സിനെ സമാധാനിപ്പിക്കും. ഇത് പറഞ്ഞ് ജെയ്ക്കിന് അവൻ്റെ കയ്യിലുള്ള ഒരു തോക്ക് നൽകുന്നു. ഞാൻ ഉന്നം പിടിക്കുന്നത് കൈകൾ കൊണ്ടല്ല,
കണ്ണുപയോഗിച്ചാണ്. ഞാൻ വെടിവെക്കുന്നത് കൈകൾ കൊണ്ടല്ല, മനസ്സുപയോഗിച്ചാണ്. ഞാൻ കൊല്ലുന്നത് എൻ്റെ തോക്കുപയോഗിച്ചിട്ടല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്നുമാണ്. ഗൺസ്ലിംഗേഴ്സിൻ്റെ ഇടയിലുള്ള ഈ ചൊല്ല് ജെയ്ക്കിന് പറഞ്ഞു കൊടുക്കുകയാണ് റോളണ്ട്. നെക്സ്റ്റ് സീനിൽ അവർ രണ്ടുപേരും ബുള്ളറ്റ് വാങ്ങാനായി ചെല്ലുകയാണ്. കടയിൽ ചെന്ന് ബുള്ളറ്റ് വാങ്ങുന്ന സമയത്ത് വോൾട്ടർ അവിടെ എത്തിച്ചേരുന്നുണ്ട്. വെളിയിൽ ഒറ്റയ്ക്കായി പെട്ടുപോകുന്ന ജെയ്ക്കിനോട് ഓടി ഒളിക്കാൻ പറയുകയാണ് റോളണ്ട്. പക്ഷേ അവിടുത്തെ സ്കിൻ പീപ്പിൾസ് അവനെ കിഡ്നാപ്പ് ചെയ്യുകയാണ്. അങ്ങനെ അകപ്പെട്ടു പോകുന്ന ജെയ്ക്ക് തൻ്റെ സൈക്കിക് പവേഴ്സ് ഉപയോഗിച്ച് റോളണ്ടിനെ സഹായത്തിനായി വിളിക്കുകയാണ്. റോളണ്ട് വെളിയിൽ എത്തിച്ചേരുമ്പോഴേക്കും ജെയ്ക്കിനെ അവർ കൊണ്ടുപോയിരുന്നു. അവർ ന്യൂയോർക്കിലുള്ള ബേസിലേക്കാണ് ജെയ്ക്കിനെ കൊണ്ടുപോയത്. അവർ അവനെ വോൾട്ടറിന് മുന്നിലേക്ക് എത്തിക്കുന്നു. ആ ബേസിലേക്ക് ജെയ്ക്കിനെ രക്ഷിക്കാനായി റോളണ്ടും എത്തിച്ചേരുന്നുണ്ട്. റോളണ്ട് സ്കിൻ പീപ്പിളിനെ ഫൈറ്റ് ചെയ്യുന്ന സമയം വോൾട്ടർ ജെയ്ക്കിനെ ആ എക്സ്പെരിമെൻറ്റ് നടത്തുന്ന ഇടത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഗൺസ്ലിംഗറായ റോളണ്ടിന് വേഗതയും കേൾവിശക്തിയും കൂടുതലാണ്. തൻ്റെ ആ കഴിവ് ഉപയോഗിച്ച് എല്ലാവരെയും കൊന്നു വീഴ്ത്തുകയാണ് റോളണ്ട്. ഇവിടെ ജെയ്ക്കിൻ്റെ പവർ ഉപയോഗിച്ച് ടവറിനെ നശിപ്പിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ജെയ്ക്ക് അതിനെ എതിർക്കുകയാണ്. റോളണ്ട് അവൻ്റെ പക വീട്ടാനായി നിന്നെ ഉപയോഗിക്കുകയായിരുന്നു. നിന്റെ സൈക്കിക് പവേഴ്സ് ഒടുക്കം നിന്നെ എത്തിച്ചത് എന്നിലേക്കാണ്. ഇതാണ് നിന്റെ ഡെസ്റ്റിനി എന്നൊക്കെ വോൾട്ടർ പറയുന്നു. അങ്ങനെ ജെയ്ക്കിനെ പ്രകോപിതനാക്കി ടവർ നശിപ്പിക്കാൻ തുടങ്ങുകയാണ് വോൾട്ടർ. പോർട്ടലിലൂടെ റോളണ്ട് കടന്നു വരുമെന്നറിയുന്ന വോൾട്ടേഴ്സിൻ്റെ ആൾക്കാർ പോർട്ടൽ അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ല. ജെയ്ക്ക് അവൻ്റെ പവേഴ്സ് ഉപയോഗിച്ച് പോർട്ടൽ തുറന്നു വെക്കുകയാണ്. അത് തിരിച്ചറിയുന്ന വോൾട്ടർ റോളണ്ടിനെ മുഖത്തോട് മുഖം കാണാൻ തന്നെ തീരുമാനിക്കുന്നു. ഗൺസ്ലിംഗറായ റോളണ്ട് തൻ്റെ തോക്കുപയോഗിച്ച് വോൾട്ടറിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വോൾട്ടർ തൻ്റെ മാജിക് പവർ ഉപയോഗിച്ച് ആ ശ്രമം തടയുകയാണ്. തനിക്ക് നേരെ വരുന്ന ബുള്ളറ്റ് കൈകൊണ്ട് പിടിച്ച് റോളണ്ടിനെ തിരിഞ്ഞ് ആക്രമിക്കുകയാണ് വോൾട്ടർ. അങ്ങനെ റോളണ്ട് അവശനിലയിലാവുന്നു. ഇത് കാണുന്ന ജെയ്ക്ക് തൻ്റെ സൈക്കിക് പവേഴ്സ് ഉപയോഗിച്ച് ഗൺസ്ലിംഗേഴ്സിൻ്റെ ഇടയിലുള്ള ചൊല്ലുണ്ടല്ലോ അത് റോളണ്ടിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട് പിന്തിരിയാതെ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ് റോളണ്ട്. തൻ്റെ തോക്കുപയോഗിച്ച് വോൾട്ടറിന് നേരെ വെടിവെക്കുന്നു. ആ ബുള്ളറ്റ് വോൾട്ടർ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രണ്ടാമതായി വരുന്ന ബുള്ളറ്റ് ആദ്യത്തെ ബുള്ളറ്റിൽ തട്ടി വോൾട്ടറിൻ്റെ ശരീരത്തിൽ കയറുകയാണ്. അങ്ങനെ റോളണ്ട് വോൾട്ടറിനെ കൊന്നതിനു ശേഷം ജെയ്ക്കിനെ ആ സ്ഥലത്തിൽ നിന്നും രക്ഷിക്കുന്നു. ആ ടവറിനെ നശിപ്പിക്കാനായി കുട്ടികളെ ഉപയോഗിച്ച് എക്സ്പെരിമെൻറ്റ് നടത്തിയിരുന്ന ആ ബിൽഡിംഗ് ഉണ്ടല്ലോ അതും നശിപ്പിച്ച് കളയുകയാണ് റോളണ്ട്. അങ്ങനെ യൂണിവേഴ്സിനെ സംരക്ഷിച്ചിരിക്കുകയാണ് അവർ. അടുത്ത സീനിൽ അവർ രണ്ടുപേരും വെളിയിൽ നിൽക്കുന്നത് കാണിക്കുന്നു. എനിക്കെൻ്റെ ലോകത്തിലേക്ക് മടങ്ങണം. നിനക്ക് ഇവിടെ ആരുമില്ലല്ലോ, അപ്പോൾ നിനക്ക് എൻ്റെ കൂടെ വന്നുകൂടെ എന്ന് ജെയ്ക്കിനോട് ചോദിക്കുകയാണ് റോളണ്ട്. ജെയ്ക്ക് താൻ വരാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേർ പോർട്ടലിലൂടെ മിഡ് വേൾഡിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തിയും ഇനിയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് കാണിക്കണേ. അപ്പോൾ ബൈ.